ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എർട്ടിഗയുടെ ഫുൾ സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യാൻ പോകണം. ഫുൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സസ്പെൻഷൻ, സ്റ്റീറിംഗ് റാക്കും എൻജിൻ മൗണ്ടിങ് അടക്കം എല്ലാ സസ്പെൻഷൻ പാർട്സുകളും റീപ്ലേസ് ചെയ്യാൻ പോകണം. എൻജിൻ മൗണ്ടിങ്ങിൻ്റെ ഒരു മൗണ്ടിങ് ചേഞ്ച് ചെയ്യണ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതെല്ലാ പാർട്സും റീപ്ലേസ് ചെയ്യണം. കാരണം ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ എല്ലാ പാർട്സുകൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരെണ്ണം റീപ്ലേസ് ചെയ്യും, മറ്റൊരെണ്ണം പോവും, മറ്റൊരെണ്ണം റീപ്ലേസ് ചെയ്യും, മറ്റൊരെണ്ണം പോകും. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരുന്നതായിരുന്നു ഞാൻ എല്ലാ പാർട്സാണ് റീപ്ലേസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റും കാര്യങ്ങളും എന്തൊക്കെ പാർട്സാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാം ജെന്യൂൻ പാർട്സുകളാണ് ഞാൻ റീപ്ലേസ് ചെയ്യണത്. എല്ലാം മാരുതിയുടെ ജെന്യൂൻ പാർട്സുകളാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ റീപ്ലേസ് ചെയ്യുന്ന പാർട്സുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഫസ്റ്റ് മെയിൻ പാർട്സ് സ്റ്റീറിങ്ങിൻ്റെ റാക്ക്. ഇതാണ് സ്റ്റീറിങ്ങിൻ്റെ റാക്ക്. ഇത് കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ റാക്കിൻ്റെ ഈ ഭാഗത്ത് ഷെയ്ക്ക് ഉണ്ട്, ഈ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്, ഈ എൻഡിലും ഷെയ്ക്ക് ഉണ്ട്, അതേപോലെ ഈ ബോൾ ജോയിൻറ്റുകളും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ പുതിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ റൈറ്റ് നമ്മൾക്ക് ആദ്യം നോക്കാം. എർട്ടിഗയുടെയും സ്വിഫ്റ്റിൻ്റെ ഒക്കെ സ്റ്റീറിംഗ് റാക്ക് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 8250 രൂപയാണ് സ്റ്റീറിംഗ് റാക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് സ്റ്റീറിംഗ് റാക്ക് കേട്ടോ. അപ്പോൾ പുതിയത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. അതിൻ്റെ ടയർ റോഡൻറ്റും ബോൾ ജോയിൻറ്റും എല്ലാം ഫുൾ സെറ്റായിട്ട് തന്നെ ഗിയർ ബോക്സ് അസംബ്ലി, സ്റ്റീറിംഗ് ഗിയർ ബോക്സ് അസംബ്ലി ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ രണ്ടും കംപ്ലൈൻ്റ് ആണ്. ഒരെണ്ണം നോർമൽ കംപ്ലൈൻറ്റും ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ കംപ്ലൈൻ്റ് ആണ്. കണ്ടോ? ഈ ഷോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മൾ ഷോക്ക് നീങ്ങാൻ പാടില്ല. അതായത് നമ്മൾ പ്രസ് ചെയ്യണ ആ ഒരു ഇതിന് നീങ്ങാനായിട്ട് പാടില്ല. കണ്ടോ? റിട്ടേൺ അപ്പം തന്നെ വരെ. എന്താ, അതായത് ഇത് ഫുള്ളായിട്ട് പോയ ഷോക്ക് അബ്സറും ഇത് നോർമലായിട്ട് പോയിട്ടുള്ളൂ. അത് പക്ഷേ ഷെയ്ക്ക് ഉണ്ട്, നോർമലായിട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ രണ്ട് ഷോക്ക് അബ്സർ ചേഞ്ച് ചെയ്യണം. ഷോക്ക് അബ്സർ ചേഞ്ച് ചെയ്യുമ്പോൾ ഷോക്ക് അബ്സർ ഫുൾ സെറ്റായിട്ട് ചേഞ്ച് ചെയ്യണത് കേട്ടോ. നമ്മൾ സ്പ്രിങ്ങും സ്റ്റെട്ടും മാത്രമല്ല, ഫുൾ സെറ്റ് ഷോക്ക് അബ്സറായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് നമ്മൾക്ക് നോക്കാം. ഒരു സൈഡ് ഷോക്ക് അബ്സറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 4365 രൂപയാണ്. ഇതും സ്വിഫ്റ്റിൻ്റെയും എർട്ടിഗയുടെയും സെയിം ഷോക്ക് അബ്സർ തന്നെയാണ് വരുന്നത്. അടുത്ത പാർട്സ് പറഞ്ഞാൽ ലോവർ ആം. ഇതിൽ ലോവർ ആമിൻ്റെ ബുഷ് കട്ടായിട്ടുണ്ട്, ലോവർ ആമിൻ്റെ എൻഡ് കംപ്ലൈൻ്റ് ഉണ്ട്. രണ്ടെണ്ണത്തിൻ്റെ ബുഷ് കട്ടായിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ എൻഡ് കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ എൻഡ് കംപ്ലൈൻ്റാണ്. അപ്പോൾ അത് നമ്മൾക്ക് നോക്കാം. രണ്ട് ലോവർ ആം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. 2200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡും ചേഞ്ച് ചെയ്യണം. പിന്നെ അടുത്ത പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഷോക്ക് അബ്സർ ഇത് പഴയത് മൊത്തം പോയതാണ്, ഫുള്ളായിട്ട് തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് രണ്ടും. അത് രണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 2130 രൂപയാണ് ഒരു ഷോക്ക് അബ്സറിൻ്റെ റേറ്റ്. അത് നമ്മൾ രണ്ടെണ്ണം ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത പാർട്സ് ഉണ്ട്. ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് ആണ്. ആ ഗിയർ ബോക്സിൻ്റെ രണ്ട് മൗണ്ടിങ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ടോപ്പിൽ വരുന്ന മൗണ്ടിങ് ആണ്, അതേപോലെ തന്നെ താഴത്ത് വരുന്ന മൗണ്ടിങ് ആണ്. ഒരു മൗണ്ടിങ്ങിൻ്റെ റേറ്റ് 1425 രൂപയും താഴത്തെ മൗണ്ടിങ്ങിൻ്റെ റേറ്റ് 1030 രൂപയാണ് വരുന്നത്. പിന്നെ അടുത്തത് സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക്, രണ്ട് ലിങ്ക്. ഇതാണ് സ്റ്റെബിലൈസർ ലിങ്ക്. ഇത് കംപ്ലൈൻ്റ് ആണ്, ഈ സൈഡും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിന് വലിയ റേറ്റ് വരുന്നില്ല. ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 480
85 രൂപ വരുന്നത്. അങ്ങനെ 2. അപ്പോൾ ഇങ്ങനെ എല്ലാ പാർട്സുകളും നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അതിൻ്റെ ടോട്ടൽ റേറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീരിങ്ങിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതിന് 8250 രൂപ സ്റ്റീരിങ്ങിൻ്റെ ഗിയർ ബോക്സ് വന്നു. ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ ഒരെണ്ണത്തിന് 4365 രൂപ വന്നു. അങ്ങനെ 2 എണ്ണത്തിന് 8730 രൂപ വന്നു. ഷോക്ക് അബ്സർ ബാക്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്തു. 2130 രൂപ ഒരെണ്ണത്തിനുണ്ടായിരുന്നു. 2 എണ്ണത്തിന് 4260 രൂപ. അതേപോലെ തന്നെ ലോവർ ആം 2 സൈഡ് ലോവർ ആം മാറിയിട്ടുണ്ട്. അതിന് 4400 രൂപ വന്നു. സ്റ്റെബിലൈസർ ലിങ്ക് 2 സൈഡ് മാറിയിട്ടുണ്ട്. 485 രൂപ ഒരെണ്ണത്തിന്. അതിന് 2 എണ്ണത്തിന് 970 രൂപ. പിന്നെ ബാലൻസ് കൊണ്ട് ബുഷ് 100 രൂപ സംതിങ് വന്നുള്ളൂ. ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് 1425 രൂപ വന്നു. ടോപ്പിലെ മൗണ്ടിങ്ങിന്. താഴത്തെ മൗണ്ടിങ്ങിന് 1030 രൂപ വന്നു. പിന്നെ ഗിയർ ബോക്സിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2125 രൂപ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അതിന് ലൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളി റിസ്റ്റോറേഷൻ സസ്പെൻഷൻ ചെയ്യാനും പിന്നെ പ്ലസ് ഗിയർ ബോക്സിൻ്റെ കേബിൾ അടക്കം എൻജിൻ മൗണ്ടിങ്ങും സ്റ്റീറിംഗ് റാക്കും ഫുൾ അടക്കം 31,290 രൂപ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും റേറ്റാണ് നമ്മൾക്ക് ടോട്ടലായിട്ട് സസ്പെൻഷൻ പാർട്സിന് വരുന്നത്. കാരണം ഇതിപ്പോൾ നമ്മളുടെ വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ഓരോന്നും പാർട്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നീട് ഓടുമ്പോൾ വീണ്ടും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും വരും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെ വന്നാലും ഇത്ര എമൗണ്ടാണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണത് ജെന്യൂൻ മാരുതിക്ക് വരുന്ന പാർട്സുകളാണ് ചേഞ്ച് ചെയ്യണത്. വേറെ പുറത്തുനിന്ന് ഒരു പാർട്സ് നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ. പുറത്തുനിന്ന് തന്നെ പാർട്സുകൾ മോശമാണെന്നല്ല, ടാൽബ്രോസിൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ നല്ല പാർട്സുകളാണ്. എന്നാലും നമ്മളുടെ വണ്ടിയാണ്. നമ്മളപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ജെന്യൂൻ പാർട്സ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ അവസ്ഥ തന്നെ എല്ലാ പാർട്സുകളും റിമൂവും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ അത് റീഅസംബ്ലിങ് ചെയ്യണം. ഫുള്ളായിട്ട് ഈ കിറ്റുമ്പോൾ ഇത് അസംബ്ലിങ് ചെയ്തിട്ട് ഫുള്ളായിട്ടാണ് നമ്മൾക്ക് കയറ്റാനായിട്ട് പറ്റും. ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം അയച്ചാണ് കാരണം വണ്ടി ഗിയർ ബോക്സൊക്കെ കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ചേഞ്ച് ചെയ്യാത്ത പാർട്സ് ഉണ്ടെങ്കിൽ ആക്സലും പിന്നെ ബാക്കിലെ സ്പ്രിങ്ങും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം A to Z നമ്മൾ ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മളുടെ പാർട്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതും നിങ്ങളെ അറിയിക്കും. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ പാർട്സാണ് എത്ര റേറ്റാണ് വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഷോക്ക് അബ്സർ, സ്റ്റെബിലൈസർ ലിങ്ക്, സ്റ്റീറിംഗ് റാക്ക്, ലോവർ ആം, അങ്ങനെ എല്ലാ സൈഡിലും സസ്പെൻഷൻ ഫുൾ സെറ്റിങ് കഴിഞ്ഞു. ഈ സൈഡായാലും എന്താ ഫുൾ സെറ്റിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ബാക്കിലെ ഷോക്ക് അബ്സർ ചേഞ്ച് ചെയ്തു. ബാക്കിലെ ഷോക്ക് അബ്സർ ഈ സൈഡ് ഷോക്ക് അബ്സറും നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോകണം കേട്ടോ. വണ്ടി എല്ലാം പണി കഴിഞ്ഞു. നമ്മളിതിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിയർ ലിവറിൻ്റെ. അപ്പോൾ അത് നമ്മൾക്കൊന്ന് നോക്കണം. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേബിളിൽ. അതൊന്ന് ചെക്ക് ചെയ്യണം. ബാക്കി സസ്പെൻഷൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ എർട്ടിക സെറ്റായിട്ടോ. ഫുൾ വർക്ക് കഴിഞ്ഞ് വണ്ടി കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി പോയി. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കാൻ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പാർട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി പക്ക കംഫർട്ടായി, രസമായി ഓടിക്കാൻ. സസ്പെൻഷൻ ഫുള്ളായിട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ നമ്മൾക്ക് ഇത്രയൊക്കെ പൈസ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ തന്നെ വന്നു എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ പലർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ മെക്കാനിക് സെക്ഷനിലെ ഗാരേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. റിസ്റ്റോറേഷൻ ഫുൾ റിസ്റ്റോറേഷൻ ഇപ്പോൾ ഈ വണ്ടിയുമ്പോൾ ചെയ്തിരിക്കുന്നത്. സ്റ്റീറിംഗ് റാക്ക് മുതൽ ഗിയറിൻ്റെ അതുപോലെ എൻജിൻ്റെ മൗണ്ടിങ് മുതൽ 4 ഷോക്ക് അടക്കം ഫുള്ളായിട്ട് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ റീസ്റ്റോർ എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിക്ക് ഇത്ര റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്നാലും സസ്പെൻഷൻ ചെയ്യുമ്പോൾ ഫുൾ ബുഷുകളും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ചെയ്യുമായിരിക്കും. ആ ഒരു വണ്ടിയുടെ ഒരു എന്നിട്ട് കംഫർട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് ചെയ്ത കാരണം, ഫുള്ളായിട്ട് ചെയ്ത കാരണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് നമ്മൾ ചെയ്തത് കേട്ടോ. കാരണം ഗ്യാരേജിൽ തിക്കുന്ന ഇറങ്ങിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം വീട്ടിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. ഞാനൊരു ടെക്നീഷ്യനാണ്, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അനിയനൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള മെക്കാനിക് സെക്ഷനായാലും എന്തെങ്കിലുമൊക്കെ ആയാലും ഡീറ്റെയിൽ ഈ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയണതാണ്. മെക്കാനിക് വണ്ടിയുടെ പരമായിട്ടുള്ള കാറിൻ്റെ എല്ലാ രീതിയിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത ഒരു കംപ്ലയിൻറ്റ് കമൻറ്റ് ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എന്നെ കോൾ ചെയ്തിട്ട് ഇപ്പോൾ 9526325320 എന്ന് പറഞ്ഞ നമ്പറാണ് എൻ്റെ. അതിൽ കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കോൾ കൺവേർട്ട് ആവും, ടോമിൻ്റെ നമ്പറിലേക്ക് പോകും. അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഞാനും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേ പർച്ചേസിങ് പോയി തിരിച്ചു പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ബിസി ആയതുകൊണ്ടായിരിക്കട്ടെ ചിലപ്പോൾ കോളിൽ കണക്റ്റ് കിട്ടാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ജോലി ചെയ്യുന്നതിന് ചിലപ്പോൾ കോൾ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു കാര്യങ്ങൾ വരാറുണ്ട് ചില സമയത്ത്. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കാം, അപ്പോൾ ഒന്നും വിചാരിക്കരുത്. പിന്നെ നമ്മളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അഡ്രസ്സും ഡീറ്റെയിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വാട്സാപ്പിലേക്ക് റിപ്ലൈ മെസ്സേജ് വരും. പിന്നെ ഇന്നോവ കൺവെർഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ആ ഇന്നോവ കൺവെർഷൻ ഡീറ്റെയിൽ ഒന്ന് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ എന്തായാലും റിപ്ലൈ തരണതാണ് കേട്ടോ. ചിലപ്പോൾ അന്ന് തന്നെ റിപ്ലൈ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും റിപ്ലൈ വരുന്നതാണ്. കാരണം യൂട്യൂബുള്ള തന്നെ ഒരുപാട് വാട്സാപ്പുകൾ വന്ന് 12,000 വാട്സാപ്പൊക്കെ ചില ദിവസങ്ങളിൽ വരും. അപ്പോൾ അന്ന് തന്നില്ലെങ്കിലും എന്തായാലും വാട്സാപ്പിൽ എല്ലാ വാട്സാപ്പുകളിലും റിപ്ലൈ എന്തായാലും തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.